നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചൂടാൻ താഴ്വാരങ്ങൾ നീർക്കടമ്പ് പൂക്കൾ നീർത്തും കാലം തിരികെ വഴിയിലായി വന്നു. ഇതളിടും മലരിലും കിളികൾ തൻ മൊഴിയിലും മധുരമർമരങ്ങളെന്തിനോ ഏറെ നാളായി ദൂരെ മാറി നിന്ന കാറ്റോ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇത്രയും സ്വാദുള്ള അത്താഴം ഞാൻ ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. അത് വെറുതെ നന്നായിട്ട് വിശക്കുന്നോണ്ട് തോന്നുന്നതായിരിക്കും. അയ്യോ അല്ല, ശരിക്കും നന്നായിട്ടുണ്ട്. തനിക്കേ അസാധ്യ കൈപ്പുണ്യാണ് കേട്ടോ. അയ്യോ അമ്മ, എന്താടാ ഇത്? അമ്മ എണീറ്റോ? അടുക്കളയിൽ ആളനക്കാൻ കേട്ടാ എനിക്കതിരിക്കോ? ആദ്യം വല്ല കള്ളന്മാരാണെന്ന് വിചാരിച്ചേ, അപ്പോഴാ നിന്റെ ശബ്ദം കേട്ടത്. നീ ആരോടെ ഈ പാതിരാത്രിക്ക് സംസാരിക്കുന്നത്? അത് പിന്നെ മോഹനോട്. മോഹന് കമ്പനിയിലെ കാര്യങ്ങളിൽ എന്തൊക്കെയോ സംശയം. അല്ല, നീ എന്താ പതിവില്ലാതെ അടുക്കള കയറിയത്? നല്ല വിശപ്പുണ്ടായിരുന്നമ്മേ. അത്താഴത്തിനുണ്ടാക്കി വെച്ചതെല്ലാം തീർന്നു പോയില്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ കാരണം നീ വിശന്ന് കിടക്കേണ്ടി വന്നു അല്ലേ? എന്നാലും നിനക്കെന്നെ ഒന്ന് വിളിക്കായിരുന്നു. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരില്ലായിരുന്നോ? പകല് മുഴുവൻ ഓടി നടക്കുന്ന അമ്മ കുറച്ചെങ്കിലും റെസ്റ്റ് എടുക്കുന്നത് രാത്രിയല്ലേ. ആ സമയത്തും ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നീ അടുക്കള കയറിയല്ലോ, സന്തോഷായി. അല്ല, നിന്റെ കൈപ്പുണ്ണി ഞാനൊന്ന് നോക്കട്ടെ. ഇത് കൊള്ളാലോടാ. നീ ഇത്രയും നന്നായി പാചകം ചെയ്യാൻ എങ്ങനെയാ പഠിച്ചത്? അമ്മ അടുക്കളയിൽ ചെയ്യുന്നത് ഞാൻ ഡെയിലി കാണുന്നതല്ലേ. കുറച്ചൊക്കെ ഞാൻ പഠിക്കാതെ പോവോ? ഞാൻ വേണ്ടാന്ന് വെക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിന്നെ അടുക്കള കയറ്റാനാ എന്റെ തീരുമാനം. അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? വിശന്ന് കണ്ണു കാണാതായപ്പോ ഒന്ന് അടുക്കളയിൽ കയറി പോയതിന് ഇങ്ങനെ അങ്ങ് ശിക്ഷിക്കല്ലേ അമ്മേ? ഞാൻ ആരെയും ശിക്ഷിക്കുന്നില്ല. നാളെ മുതൽ അമ്മ കൂടുതൽ ഉണ്ടാക്കി വെച്ചോളാം. വേഗം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി. ഇപ്പൊ പെട്ടുപോവായിരുന്നു. അമ്മയ്ക്ക് ഭക്ഷണം ശരിക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അമ്മയുടെ സന്തോഷം കണ്ടില്ലേ? ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ? എല്ലാ ദിവസവും? ഒരു തവണ ചെയ്തപ്പോ തന്നെ എനിക്ക് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. ഇത് തുടർന്നാലേ എന്റെ മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരും. എന്തിനാ പ്രിയഞ്ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണം? കൈലാഷ് സാർ മറ്റൊരു ഹോസ്റ്റലിൽ ശരിയാക്കുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ പിടിച്ചു നിൽക്കുക നമ്മുടെ ഉദ്ദേശം. അത് മറക്കരുത്. അതെ, നേരം വൈകി. നാളെ ജോലിക്ക് പോകാനുള്ളതല്ലേ. പോയി കിടന്നുറങ്ങ്. ചെല ജീവിതകാലം മുഴുവൻ നിന്റെ കൈകൊണ്ടുണ്ടാക്കിയത് കഴിക്കണമെന്ന് എനിക്കുണ്ട് പാറു. പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി.
ചെയ്യുന്നേ? അമ്മേ, എനിക്ക് പീരീഡ്സ് വരുന്നത് 2 ദിവസം വൈകുന്നുണ്ട്. അടുത്ത മാസം കറക്റ്റായി വരുന്നുണ്ടോ എന്ന് നോക്കാൻ കലണ്ടറിൽ കുറിച്ചിട്ടതാ. എടി, അത് വല്ല ഡയറിയിലോ മറ്റോ എഴുതി വെച്ചാ പോരെ? ഇങ്ങനെ എല്ലാരും കാണുന്ന രീതിയിൽ കുറിച്ചിടണോ? വീട്ടില് വരുന്നവരും പോകുന്നവരും ഒക്കെ ഇത് കാണല്ലേ? അതിനിപ്പോ എന്താ? ഈ വട്ടം വരച്ചിട്ടിരിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഓ, എനിക്കെന്താ ഇതുവരെ സമയമാവാത്തത്? എന്തെങ്കിലും അസുഖമായിരിക്കോ? എന്താ പതിവില്ലാതെ രാവിലെ തന്നെ ഒരു വിളി? അമ്മ, ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ വന്നപ്പോ പറഞ്ഞില്ലേ എന്റെ സമയം തെറ്റിയിട്ട് ഇപ്പൊ കുറേയായി. അമ്മയല്ലേ പറഞ്ഞത് തനിയെ ശരിയായിക്കോളുന്ന്. എന്നിട്ട് ഇതുവരെ ശരിയായില്ലേ? ഇല്ല അമ്മ. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് പണ്ട് മുതലേ സമയം തെറ്റി വരാറുള്ളതല്ലേ? അത് 1-2 ദിവസമല്ലേ ഉണ്ടാവാറുള്ളൂ. ഇതിപ്പം 2 മാസമായി. എന്തെങ്കിലും കാര്യമായ അസുഖം ഉണ്ടോന്നാ എന്റെ പേടി. വെറുതെ ആവശ്യമില്ലാതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. നിന്നോട് ഞാൻ പണ്ടേ പറയാറുള്ളതല്ലേ, സൈക്കിൾ റേസിനും ആ പിള്ളേരുടെ കൂടെ പാടത്തോട് ഓടി നടക്കാനും പോകരുതെന്ന്. എന്നിട്ട് ഇത് വല്ലതും നീ കേട്ടോ? ഇപ്പോഴാണെങ്കിലും ആരോഗ്യം നോക്കാതെ ഇപ്പോഴും ആ കമ്പനി കിടന്ന് കഷ്ടപ്പെടുവല്ലേ. അതിന്റെ ആയിരിക്കും ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്. അതിന് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ അമ്മേ? നീ ഇതൊക്കെ ചെയ്യുന്നതേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ആരോഗ്യം കളഞ്ഞൊന്നും ചെയ്യണ്ട മോളെ. നീ ഒരു കാര്യം ചെയ്. നിനക്ക് സമയം തെറ്റാറുള്ളപ്പോ ഞാനൊരു കഷായം ഉണ്ടാക്കി തരാറില്ലേ? അതിന്റെ കൂട്ട് നിനക്ക് ഓർമ്മയില്ലേ? ആ, നീ ജോലിക്ക് പോകുന്നതിന് മുന്നേ അതുണ്ടാക്കി കഴിച്ചാ മതി. എല്ലാം വേഗം ശരിയാകും. ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാ മതി. ഇതുകൊണ്ട് ശരിയാവോ അമ്മേ? ഞാൻ ഡോക്ടറെ പോയി കണ്ടാലോ? ഇതിനാരെങ്കിലും ഡോക്ടറെ കാണൂ? അതും അവിടുത്തെ ആശുപത്രി കയറിയാലേ ഇല്ലാത്ത അസുഖം ഉണ്ടെന്നും പറഞ്ഞ് അവരവിടെ കിടത്തും. പിന്നെ പുറത്തിറങ്ങുമ്പം അവയവം പോലും ഉണ്ടായെന്ന് വരില്ല. വാർത്തകൾ ഓരോന്ന് കാണുമ്പോ പേടിയാവുന്നുണ്ട് പാറു. നീ ആ കഷായം ഒരാഴ്ച മുടങ്ങാതെ കഴിക്ക്. എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് നോക്കാം. നീ വെറുതെ പേടിക്കണ്ട മോളെ. നിന്റെ പേരിലേ അമ്പലത്തിൽ ഒരു അർച്ചന നടത്തുന്നുണ്ട്. എല്ലാം ശരിയാകും. ശരി അമ്മേ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ശരി മോളെ.